കൊഞ്ചൊക്കെ പിറക്കിയെടുത്ത് സഹായിച്ചു കൊടുക്കാൻ വന്ന ആൾക്കാർ 5ഉം 10ഉം എടുത്തുകൊണ്ട് പോയ ഒരു കാഴ്ചയാണ്. ഇന്നലെ ജൂലൈ 3-ാം തീയതി തമിഴ്നാട് യനയം വള്ളക്കാരെ അവരുടെ നാട്ടിൽ തന്നെ വള്ളം അടുപ്പിച്ച് അവിടെ വലയിലുള്ള കൊഞ്ച് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവർക്ക് 1 പെട്ടി 2 പെട്ടി കൊഞ്ച് വീതം ഉണ്ടായിരുന്നു. ഈ 2 വള്ളക്കാർക്ക് 2 വണ്ടിയിലാണ് കൊണ്ടുവന്നത് വിഴിഞ്ഞം കടപ്പുറത്ത്. അപ്പോൾ ആദ്യം തന്നെ കൊഞ്ച് 100 എണ്ണ വീതമാണ് ഇവർ കുട്ടയിൽ എണ്ണി എടുത്ത് അവിടെ ലേലത്തിൽ കൊണ്ടുപോയത്. അപ്പോൾ ഇതിൽ ഒരു വള്ളക്കാർ കൊണ്ടുവന്നത് സാധാരണ പ്ലാസ്റ്റിക് പെട്ടിയിലാണ്. ഒരു വള്ളക്കാർ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ സാധാ നമ്മുടെ തെർമോക്കോൾ പെട്ടിയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇവർ ഇതിൽ നിന്ന് ഏകദേശം ഒരു 300 അടുപ്പിച്ച് കൊഞ്ച് ലേലത്തിൽ കൊടുത്തതിന് ശേഷം അവിടെ ഇരുന്ന തൊട്ടിയിൽ ഈ സാധാ പെട്ടിയിലുള്ള കൊഞ്ച് ഏതാണ്ട് കാണുന്നില്ലേ, ഈ പെട്ടിയിലുള്ള കൊഞ്ച് ഇവർ തട്ടാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് ഈ പെട്ടി പൊട്ടിയത്. അവിടുത്തെ ആ വേസ്റ്റ് ആ ഏരിയയിലോട്ട് ഈ കൊഞ്ചും കാര്യങ്ങളൊക്കെ ഒഴുകിപ്പോയി. അപ്പോൾ കണ്ടു നിന്ന ആൾക്കാരൊക്കെ ഇത് പിറക്കിയെടുത്ത് സഹായിക്കാനായിട്ട് വന്നവരാണ്, പേരിന് വന്നവരാണ്. അപ്പോൾ ഇവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിറക്കി ഇടുന്നുമുണ്ട്, അതുപോലെ ഇന്ന് ഒരു 5ഉം 10ഉം കൊഞ്ച് വീതം അവസാനം എടുത്തുകൊണ്ട് പോയ ആൾക്കാരുമുണ്ട്. പിന്നെ അവിടുത്തെ ലേലം വിളിക്കാരും ആൾക്കാരൊക്കെ വിളിയിട്ടിട്ടാണ് ആ സാധനം ഇവർ തിരികെ കൊണ്ടിട്ട് കൊടുത്തത്. അപ്പോൾ ഇവർ തമിഴ്നാടിൽ നിന്ന് എനയത്തുനിന്ന് ഇവിടെ വരാൻ തന്നെ ഇവരുടെ വണ്ടി വാടക തന്നെ ഏകദേശം 2000-2500 രൂപയൊക്കെ ആകുമേ. എന്നാലും ഇതൊന്നും നമ്മുടെ ഈ ആൾക്കാരൊന്നും വേണ്ടി വയ്ക്കാതെ ഈ പൊട്ടിയ ആ ഒരു അവസരം മുതലെടുത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞു തരാറുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ കൊഞ്ചിൻ്റെ ഒരു പണി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനയ വള്ളക്കാർ തന്നെയാണ്. അപ്പോൾ ഇവർ എനയത്തുനിന്ന് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തേക്ക് ഏകദേശം 4 മാസം ഇവർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ശരി തന്നെ ഇവർ രാവിലെ പോയാൽ രാത്രിയൊക്കെ വരുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കണവ, നമ്മുടെ കല്ലം കണ വന്നു കഴിഞ്ഞാലും ഇതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. കടലിൽ തങ്ങിക്കിടന്ന് ജോലി ചെയ്യുന്ന ഒരു ടീമാണ് ഇവർ. 50, 200, 250, 50, 300, 300, 300, 300 വിളിക്കുന്നെങ്കിൽ വിളിയടാ. 1300, 300, 350, 50, 50, 1350, 50, 50, 50, 1350, 50, 50 കുട്ടിയുണ്ടോ? 1350 കുട്ടിയുണ്ടോ? 1350. നമ്മളിപ്പോൾ കണ്ടത് ജൂലൈ 4-ാം തീയതി രാവിലെ 10 മണി സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന കുറച്ച് മരപ്പാക്കളാത്തിൻ്റെ ലേലം വിളിയാണ്. അപ്പോൾ സേവിയർ അവൻ്റെ കൂട്ടുകാരനോടാണ് പറയുന്നത് അതിനെ ലേലം ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്നലെ ജൂലൈ 3-ാം തീയതി തന്നെ, അതായത് തമിഴ്നാട് വള്ളവളക്കാർ ഏറ്റവും കൂടുതൽ കുട്ടിച്ചൂര കൊണ്ടുവരുന്ന വള്ളവളക്കാർ ഇന്നലെ തന്നെ ഏകദേശം ഒരു 3/4% വള്ളക്കാർ അവരുടെ നാട്ടിലോട്ട് പോയി കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നല്ല രീതിക്ക് കടലിൽ കാറ്റുള്ളത് കാരണം ഇനിയും വള്ളം ഇവിടെ കെട്ടിയിട്ടിട്ട് കാര്യമില്ല. അവർ പട്ടണം ഹാർബറിൽ കൊണ്ട് കെട്ടിയതിന് ശേഷം ഇനിയും തിങ്കളാഴ്ചയുള്ള കാറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചൊവ്വാഴ്ചയൊക്കെ അവർ പണിക്കുവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചൊവ്വാഴ്ച ചിലപ്പോൾ പകലൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കുട്ടിച്ചൂരമായിട്ട് വരാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയും പേര് കേട്ട ഒരു സ്ഥലം കൂടെയാണ് നമ്മുടെ വള്ളവള. അതായത് ഓരോ മീനിനും ഓരോ രീതിക്കുള്ള പണിയും ഓരോ ഏരിയക്കാരാണ് അതിനെ ചെയ്യുന്നത്. കൊഞ്ചു പണിക്ക് പേര് കേട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എനയവും, അതുപോലെ കുട്ടിച്ചൂരയ്ക്ക് പേര് കേട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വള്ളവളയുമാണ്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തുകാർ ഒട്ടും പുറകിലല്ല. ഏറ്റവും കൂടുതൽ പേര് കേട്ട ഒരു സ്ഥലമാണ് നമ്മുടെ വിഴിഞ്ഞം. കുട്ടിച്ചൂര പണിക്ക് പേര് കേട്ട ഒരു സ്ഥലം കൂടെയാണ് നമ്മുടെ വിഴിഞ്ഞം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ചൊവ്വാഴ്ച വരെ. ഓക്കെ എന്നാൽ.